ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദു അനി അന്വേഷിച്ച് ഓഫീസിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അനി അവിടെ ഇല്ലെന്നാണ് അവിടുത്തെ മാനേജർ പറഞ്ഞത്. അപ്പോൾ നന്ദു ചോദിച്ചു, എവിടെ പോയതാണെന്ന് ചോദിച്ചു. അത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക. അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പോയിരിക്കുകയാണെന്ന് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു കേട്ടോ. എന്നിട്ട് പുറത്ത് MDയുടെ കാറ് കിടപ്പുണ്ടല്ലോ എന്ന് നന്ദു പറയുമ്പോൾ, അപ്പോൾ കമ്പനിക്കാരിലാണ് സാറ് പോയിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുക. അപ്പോൾ നന്ദുവിന് എന്തോ സംശയം തോന്നി. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ട് എന്താ ഇല്ലെന്ന് പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഞാനെന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു അദ്ദേഹം. ശരി എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു വന്നിട്ട് അവിടെ നിന്ന് പോയി. നന്ദു അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം അകത്തിരുന്ന് നമ്മുടെ അനി CCTVയിൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വിഷമിച്ച് പുറത്തിറങ്ങിയിട്ട് ഫോൺ എടുത്ത് വീണ്ടും അനിയെ വിളിക്കുവാണ്. അപ്പോൾ അനി എന്നിട്ട് ഈ ഫോണും എടുത്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നിട്ട്, എനിക്ക് അവളോട് ഒന്നും സംസാരിക്കാനില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നന്ദു ആണെ വീണ്ടും വിളിച്ചുകൊണ്ടും ഇരിക്കുക. ഭയങ്കര ടെൻഷനായി നന്ദുവിന്. എനിക്കാണെങ്കിൽ നന്ദുവിനോട് ഭയങ്കര കലിപ്പും. നീ എന്തിനാ അവൻ്റെ കൂടെ കേക്ക് മുറിച്ചത്? ഞാൻ കാത്തിരിക്കുകയാണെന്ന് നിനക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെ അനി സ്വയം അവിടെ ഇരുന്ന് മനസ്സിലിങ്ങനെ പറയണു. ആ സമയത്ത് വീണ്ടും കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കോള് കാണുമ്പോൾ എല്ലാം എനിക്ക് ഭയങ്കര ദേഷ്യം. അനി എന്നിട്ട് ഈ കോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. ലാസ്റ്റ് ഫോൺ ഓഫാക്കി വരെ വെച്ചു. ഭയങ്കര ദേഷ്യത്തിൽ. ഒരുത്തനാണെങ്കിൽ അവളെയും കൊണ്ട് പോകുമെന്നും പറഞ്ഞ് നടക്കുവാണെന്നും അവനോടാണെങ്കിൽ അവൾക്ക് നല്ല മതിപ്പുമുണ്ട്. പിന്നെ എന്താ ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ അവിടെ ഇരിക്കണു. നന്ദു അന്നേരം അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്തു. തല പുകഞ്ഞ് അനി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തുമില്ല. നന്ദു ആണെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇങ്ങ് പോരുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ആദർശിനായിട്ടാണ് കാണിക്കുന്നത്. ആദർശ് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ദേവയാനിയും നയനയും കൊച്ചും കൂടി അങ്ങോട്ടേക്ക് വരുവാണ്. സത്യം പറഞ്ഞാൽ പോകാൻ തോന്നുന്നില്ല രണ്ടുപേർക്കും എന്നിങ്ങനെ ദേവയാനി പറയുമ്പം, എന്നാൽ പിന്നെ അമ്മ പോകണ്ട അമ്മയെന്ന് പറഞ്ഞു. നാളെ മോൾക്ക് സ്കൂളുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അത് ഇവിടുന്ന് സ്കൂളിൽ പോവാലോ എന്ന് പറഞ്ഞു നയന. അന്നേരം ദേവയാനി പറഞ്ഞു വേണ്ടെന്ന്. പിന്നെ എൻ്റെ മോള് സമയത്തിനൊക്കെ ആഹാരം കഴിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ നേരത്തും അമ്മ വിളിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും മറക്കാറില്ല എന്ന് നയന അന്നേരം പറഞ്ഞു. അന്നേരം മോള് പോവുകയാണോ എന്ന് ചോദിച്ചു ആദർശ്. അപ്പോൾ കൊച്ചിങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ തല കുനിച്ച് നിൽക്കുക. മോൾക്ക് ഇങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞപ്പോഴേ വലിയ സന്തോഷമായിരുന്നു എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അപ്പോൾ ഞാനവിടെ ഉള്ളതുകൊണ്ട് അബിയും ജലജയും ഒക്കെ മോളോട് സ്നേഹം കാണിക്കുന്നതെന്നും, പിന്നെ വേറെ ഒരുത്തിയുണ്ട് നവ്യ എന്ന് പറയുന്നവൾ, അവൾ ഏത് നേരവും മോളെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ, അത് മോൾ എന്നോട് ഇടയ്ക്ക് പറഞ്ഞിരുന്നു, വല്ലാണ്ട് വഴക്ക് പറയാറുണ്ടെന്ന്. അപ്പോൾ വല്യമ്മ എന്ത് പറഞ്ഞാലും എൻ്റെ മോളതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന് നയന കൊച്ചിന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കൊച്ചു ശരിയെന്നും പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് മോള് അവർ പറയുന്നത് കേട്ട് ഒന്നും വിഷമിക്കാൻ നിൽക്കേണ്ട കേട്ടോ എന്നൊക്കെ ആദർശം പറഞ്ഞു കൊടുക്കുകയാണ്. മോളുടെ കാര്യം ഓർത്ത് നിങ്ങൾ രണ്ടുപേരും വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല. നവ്യയുടെ നാവടക്കാനൊന്നും ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ അഭിയും ജലജയും മോൾക്ക് വേണ്ടുന്നതൊക്കെ ചെയ്തു കൊടുത്തേ പറ്റുള്ളൂ എന്ന് ദേവയാനി പറഞ്ഞു. പിന്നെ മോനെ, അതെ ഇവിടെയാണെങ്കിൽ നീ മോളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ദേവയാനി ആദർശനോട്. ചന്തുമോളാണെങ്കിലോ കുഞ്ഞുവാവയെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ്, ഇനി നിൻ്റെ മുത്തശ്ശൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്നൊന്നും അറിയില്ല എന്നൊക്കെ ദേവയാനി പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ മഞ്ഞുരുകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അനിയാണെങ്കിലോ നിൻ്റെ വരവിനായിട്ട് അവിടെ കാത്തിരിക്കുകയാണെന്നൊക്കെ പറയുമ്പം, അമ്മേ അവന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മയെന്ന് ആദർശ് പറഞ്ഞു. അവൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്. പിന്നെ അച്ഛനോടും ഇളയച്ചനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അനി വന്നതിന് ശേഷം കമ്പനിക്ക് ഒരു താഴ്ച ഉണ്ടാകാൻ പാടില്ല എന്ന്. അപ്പം നീ പറഞ്ഞില്ലേ വിഷുവിന് നമ്മൾ ഇത്തവണ കുറച്ച് താഴോട്ട് പോകുമെന്ന്. അത് മുത്തശ്ശൻ എങ്ങനെ എടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, മുത്തശ്ശൻ അറിയാമേ പെട്ടെന്നൊരു തകർച്ച ഉണ്ടായാൽ കരകയറി വരാനായിട്ട് അതിന് സമയം എടുക്കും എന്നുള്ളത്. നമ്മുടെ ശത്രുക്കൾ കുറച്ചുകൂടി മുന്നോട്ട് പോയിക്കോട്ടെ, ഇടയ്ക്ക് വെച്ച് അവർ വീഴുമേ. അതിന് ആദ്യം അമിത ആത്മവിശ്വാസം കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ ആദർശ് പറയുമ്പം, നിന്നോട് അവർ ചെയ്തതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് നീ നല്ലതുപോലെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ദേവേന്. ഇനിയിപ്പോൾ അവർ എന്നെ ടാർഗറ്റ് ചെയ്യത്തില്ല, കാരണം ഞാൻ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ പുറത്താക്കപ്പെട്ടവനാണല്ലോ എന്ന് ആദർശ് പറയുകയും ചെയ്തു. അതുകൊണ്ട് ഇനി എന്നെ ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അനിയായിരിക്കും ഇനി അവരുടെ ലക്ഷ്യമെന്ന കാര്യവും പറയുമ്പം, വേഷം മാറി ആദർശേട്ടൻ 1-2 തവണ ജ്വല്ലറിൽ പോയിട്ടുണ്ടായിരുന്നെന്നും പല രീതിയിലും അവരുടെ കള്ളക്കളികൾ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം ദേവയാനി പറയുക. അപ്പോൾ ഡേവിഡ് എന്ന് പറയുന്ന ഒരാളാണ് കമ്പനിയുടെ MD എങ്കിലും നിന്റെ മുത്തശ്ശൻ ഏതു നേരവും പറയുന്നത് അയാളെക്കാളും ശക്തനായ ഒരാൾ അയാളുടെ പിറകിലുണ്ടെന്നുള്ളതാണെന്ന് പറയുന്നത് 100% സത്യമേ. അങ്ങനെ ആദർശ് അയാളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം മോളെ, എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ വിളിച്ച് പറയണം കേട്ടോ എന്ന് പറഞ്ഞു ദേവയാനി. അപ്പം ശരി എന്നാൽ പോട്ടെ മോളെ എന്നും പറഞ്ഞുകൊണ്ട് യാത്രയൊക്കെ പറഞ്ഞു ചന്തമോൾക്ക് ഉമ്മയൊക്കെ കൊടുത്ത് അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നതും നോക്കി ഇവർ രണ്ടുപേരും കൂടെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അമ്മ പോയപ്പോൾ തനിക്ക് ഭയങ്കര സങ്കടമായി. അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ഇങ്ങോട്ട് വരണ്ടാന്ന് എപ്പോഴും പറയുന്നതെന്ന് ആദർശ് പറഞ്ഞു. മോൾക്ക് നമ്മളെ കാണാതിരിക്കുന്നത് ചന്തമോൾക്ക് ഭയങ്കര സങ്കടം ആദർശേട്ടാ. 7-ാം മാസം അമ്മയോടൊന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം അതെന്തായാലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു
അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, എടി 7-ാം മാസമേ നമ്മൾ അവിടെ ആയിരിക്കും, അവിടെ നമ്മുടെ തറവാട്ടിൽ നമ്മൾ ആ സമയം അവിടെ തിരിച്ചു കയറുമെന്ന കാര്യം ആദർശ നയനയോട് പറയണം. നമ്മുടെ എതിരാളികളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുത്തശ്ശൻ എന്നെ തിരികെ വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസമെന്നും അതുവരെ ഈ വാശിയും വൈരാഗ്യവും ഒക്കെ മുത്തശ്ശൻ കാണിക്കത്തുള്ളൂ എന്നും ആദർശ് പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോയി നയനയും പ്രതീക്ഷകളോടുകൂടി അവിടെ നിൽക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നവ്യയും അഭിയൊക്കെ ഇരുന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പം, എടാ നീ എന്നാണ് AN ജ്വല്ലറിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് ഞാൻ ഡേവിഡ് സാറിനോട് ചോദിക്കാമെന്ന് നവ്യ ഇങ്ങനെ അഭിയോട് പറയണം. നീ അമ്മായി സമ്മതിക്കുന്നില്ല, ഇവിടെയുള്ളവരൊക്കെ എതിർക്കുന്നെന്നും പറഞ്ഞാൽ ചുമ്മാ മുടക്കം പറയാൻ നിൽക്കരുതെന്ന് കേട്ടോ എന്നൊക്കെ നവ്യ പറയുമ്പോൾ, എടി നീ തന്നെ ഇത് നിൻ്റെ ആവശ്യമായിട്ട് ഇവിടെയുള്ളവരോട് പറഞ്ഞാൽ മതി എന്ന് അഭി പറയാം. അപ്പം നിനക്കിങ്ങനെ ഒരു ആവശ്യം ഇല്ലേന്ന് ചോദിച്ചു നവ്യ. എനിക്ക് ആവശ്യമുണ്ടെന്ന് അറിയാമല്ലോ, എങ്കിലും കുടുംബത്തിനെതിരെ നിൽക്കുന്നവനെന്നുള്ളൊരു പേര് ഇപ്പം തന്നെ എനിക്കുണ്ടെന്നും ആ പേര് എന്തിനാ വെറുതെ നിലനിർത്തുന്നതെന്ന കാര്യമൊക്കെ ചോദിക്കാം അബിയെ. അപ്പോൾ നിനക്കെന്താ ജോലിക്ക് പോകാൻ താല്പര്യമില്ലേ? അതെന്തൊരു ചോദ്യം നവ്യ നീ ചോദിക്കുന്നത്? നമ്മുടെ ആഗ്രഹം നിൻ്റെ ആവശ്യമായിട്ട് നീ പറയണമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ അതിൻ്റെ പേരിൽ വീടിനകത്ത് വഴക്കുണ്ടാക്കണം, അപ്പോൾ പിന്നെ നിവർത്തിയില്ലാതെ പോകുന്നു എന്ന് എനിക്ക് വരുത്തി തീർക്കാമല്ലോ എന്ന് പറഞ്ഞപ്പം, എടാ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് നിന്നെ നിഷ്കരണം പുറത്താക്കിയത് നിൻ്റെ ചേട്ടനും നിൻ്റെ അനിയനും കൂടി ചേർന്നിട്ടാ. ഈ വീട്ടിൽ എല്ലാവരും സപ്പോർട്ടും അതിന് നിന്നു, ശരിയാണോ? പിന്നെ അങ്ങനെയുള്ളപ്പോൾ നിനക്ക് മറ്റുള്ളവരുടെ മുഖം നോക്കേണ്ട കാര്യമുണ്ടോടാന്ന് ചോദിച്ചു. ഡേവിഡ് സാർ ആണെങ്കിൽ AN ജ്വല്ലറി ആ ഒരു വിജയം കണ്ടതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് കൂടി തരുന്നുണ്ട്. അങ്ങേരൊരു നല്ല മനുഷ്യനാടാ, പിന്നെ കൂടെ നിൽക്കുന്നവരെ സഹായിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് നവ്യ. അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു നേട്ടം ഉണ്ടാകുമ്പോഴേ ആ നേട്ടത്തിൻ്റെ ഒരു പങ്ക് അവിടെ വർക്ക് ചെയ്യുന്ന സ്വീപ്പർക്ക് പോലും അദ്ദേഹം കൊടുക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഞാൻ AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കോലിളക്കം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇപ്പം തന്നെ നിന്നെ അവരുടെ മോഡലായി വിട്ടതിൻ്റെ പഴി ഒരുപാട് ഞാൻ കേട്ട് കഴിഞ്ഞെന്ന് പറയുമ്പം, ഇനിയിപ്പോൾ ഈ കാര്യത്തിന് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്കെന്താണ് ജീവിക്കാൻ പറ്റത്തില്ലേ എന്ന് ചോദിച്ചു നവ്യ. എടി അത് ബുദ്ധി അല്ലടി എന്ന് അഭി. എടി AN ജ്വല്ലറിക്കാർ ഇപ്പം നമ്മളോട് വിശ്വാസം കാണിക്കുന്നുണ്ട്, നാളെ അവർ നമ്മളെ തള്ളിക്കളഞ്ഞാലോ എന്ന് ചോദിക്കുക അഭി. ആ സമയത്തും നവ്യയ്ക്ക് ആകെ ഒരു പേടി, നമ്മുടെ ട്രസ്റ്റിൻ്റെ ഒരു വിഹിതം ഇപ്പം എനിക്ക് കിട്ടിക്കൊണ്ടായിരിക്കുന്നത്. ഇവിടെ നമ്മൾ പുറത്ത് പോയാലുണ്ടല്ലോ പിന്നെ ഒരിക്കലും അത് കിട്ടാണ്ടാവും എന്ന് പറഞ്ഞപ്പം അത് മോഹിച്ചുകൊണ്ട് നീ കയറിയായിരുന്നു. അവസാനം നമ്മുടെ ജീവിതം വട്ടപൂജ്യമായിരിക്കും, അതിനൊരു സംശയവും വേണ്ടാന്ന് നവ്യ. എന്നാലും എൻ്റെ റെക്കമെൻഡേഷനിൽ കിട്ടിയ ജോലിയായത്, അതിന് നീ ഉറപ്പായിട്ടും പോയിരിക്കണം, പോകാതെ പറ്റത്തില്ല ബി. അതിന് വേണ്ടിയിട്ട് ഈ വീടിനകത്ത് എന്ത് കലഹം ഉണ്ടാക്കാനും ഞാൻ ഒരുക്കമാണെന്നൊക്കെ നവ്യ ഇങ്ങനെ അബിയോട് പറയണപ്പോൾ, അതാണ് എൻ്റെ ആവശ്യമെന്ന് പറഞ്ഞ് അബി അങ്ങനെ ഇരിക്കുക ചിന്തിച്ചു, അല്ലെങ്കിൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട്. എന്തായാലും അബി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്നതിൻ്റെ സന്തോഷത്തിലാണ് അബി. കുറച്ച് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശി അവിടെ ഇരിക്കുന്നു. മുത്തശ്ശി ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ദേവയാനിയും കുഞ്ഞും കൂടെ വരുന്നത്. അപ്പോൾ അവരെ കണ്ടപ്പോഴേക്കും വന്നോ എന്ന് ചോദിച്ചാൽ അങ്ങ് ചെന്നു. എങ്ങനെയുണ്ട് അവിടെ ചെന്നിട്ട്? ഇടയ്ക്ക് അമ്മയോട് അവരിൽ സംസാരിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു ദേവയാനി അന്നേരം. സംസാരിച്ചു. പണ്ട് ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തെ ആദർശൻ്റെ മുത്തശ്ശൻ എനിക്കൊരു വീട്ടിൽ പറഞ്ഞിട്ട് പലഹാരങ്ങളൊക്കെ എത്തിച്ച് തരുമായിരുന്നു എന്ന് മുത്തശ്ശി പറയാം. അപ്പോൾ അത് എനിക്ക് തന്നിട്ടുണ്ടല്ലോ അമ്മയെന്ന് ദേവയാനി പറയുമ്പം, അവർ പാരമ്പര്യമായിട്ട് പലഹാരം ഉണ്ടാക്കുന്ന വീട്ടുകാരാണെന്നും അവരോട് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടുവരാൻ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നും മുത്തശ്ശി ഇങ്ങനെ ദേവയാനിയോട് പറയണു. അത് എത്തിയ ശേഷം നമുക്ക് രണ്ടാൾക്കും കൂടി നയനമോൾക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്നും പറഞ്ഞു കേട്ടോ. അപ്പോൾ ചന്തുമോൾ ഇങ്ങനെ നിൽക്കുവാണ് നിരക്കായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് അവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മോൾക്ക് മനസ്സിന് നല്ല സുഖമാണെന്ന് പറഞ്ഞു ദേവയാനി. അപ്പോൾ അമ്മയച്ഛനും എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു മുത്തശ്ശി. അവർക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. രണ്ടാൾക്ക് സന്തോഷമായോ? ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞുവാവയും കൂടി വരും, അപ്പോൾ മോൾക്ക് കളിക്കാൻ ഒരാളായി എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. അപ്പോഴാണ് നവ്യയും അബിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മായി വന്നായിരുന്നോ? അവൾക്ക് എങ്ങനെയുണ്ട് എന്ന് നവ്യ ദേവയാനിയോട് ചോദിക്കാം. അപ്പോൾ അത് നിനക്ക് പോയി തിരക്കിക്കൂടെ, നിൻ്റെയും കൂടെ അനിയത്തിയല്ലേ എന്ന് ചോദിച്ചു ദേവയാനിയെ. ഇടയ്ക്കൊന്ന് പോകണം എന്ന് നവ്യ എന്നിട്ട് അവിടെ നിന്ന് ആക്കിയൊരു പറച്ചില്ല. പിന്നെ അവിടെ ചെല്ലുമ്പം അവൾ മാത്രമല്ലല്ലോ, മറ്റു ചിലരും അവിടെ ഉണ്ടല്ലോ, അവരെയും കാണേണ്ടി വരുമല്ലോ എന്ന് പറയുമ്പം, മറ്റു ചിലരെന്ന് നീ പറഞ്ഞത് എൻ്റെ മകനാടി. അമ്മായി അങ്ങോട്ട് പോകുന്നത് മോളെ കൊണ്ടുപോയി അച്ഛനെ കാണിക്കാനാണെന്നും പക്ഷേ എനിക്കതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നും നവ്യ പറയുമ്പോൾ ദേവയാനി അവിയെ തുറച്ച് നോക്കുക. അതുപോലെ തന്നെ മുത്തശ്ശിയും ഇവനാണ് ഇന്ന് ഉരുക്കുക കേട്ടോ. അപ്പോൾ പണിപാളൂന്ന് മനസ്സിലായി അവന്. മോള് മുറിയിലേക്ക് പോയിക്കോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചന്ത മോളെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടു ദേവയാനി. കൊച്ചു തൊടുന്നത് പോലും വലിയ അയിത്തമായിട്ട് നിൽക്കുക നവ്യ. കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അപ്പോഴേ ഞാൻ AN ജ്വല്ലറിയിലേക്ക് പോകും, എനിക്ക് ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഇവനൊരു ജോലി പറഞ്ഞു വെച്ചിരിക്കാം, MD ആയിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, ഇവൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള ഒരു ജോലി കൊടുക്കാമെന്ന് ഡേവിഡ് സാർ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം, എന്താടാ നീ ആ ജോലിക്ക് പോകുന്നുണ്ടോടാ എന്ന് ദേവയാനി അബിയോട് ചോദിക്കുമ്പം അബി അത് പിന്നെ എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ എന്താടാ പോകുന്നെന്ന് പറഞ്ഞാൽ എന്ന് നവ്യ നേരം ചോദിച്ചു. മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് നിന്നെ പുറത്താക്കിയതല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ
തിരിച്ചുകൊണ്ട് നിൽക്കുക അഭി. പിന്നെ നീ അന്തസ്സായിട്ട് മറ്റൊരു ജോലിക്ക് പോകുന്നതിന് എന്താണ് ആ തെറ്റെന്നൊക്കെ നവ്യ ഇങ്ങനെ ചോദിക്കുന്നു. ദേവയാനി ഇങ്ങനെ തുറച്ചു നോക്കുക. അപ്പം മൂർത്തി ജ്വല്ലറിയെ നശിപ്പിക്കാൻ നടക്കുക AN ജ്വല്ലറിക്കാർ. അവരുടെ വളർച്ചയ്ക്ക് ഇപ്പം നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അതിൻ്റെ കൂടെ ഇവനെയും കൂട്ടണമെന്ന് ചോദിച്ചു. അന്നേരം കാട്ടുകള്ളനായി ഇവൻ അവിടെ ജോലിക്ക് കയറിയാലും അവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അമ്മയെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. ആ ജ്വല്ലറിക്ക് ഗുണം ഉണ്ടാകരുത് എന്നാണല്ലോ ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെയുള്ളപ്പോഴേ ഇവൻ അവിടെ ജോലിക്ക് കയറുന്നത് തന്നെയല്ലേ നല്ലത് എന്ന് നവ്യ ഇവരോട് ചോദിക്കുക. ഇപ്പം ഇവന് ജീവിക്കാൻ വലിയ പ്രയാസവും കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കുന്നതിൻ്റെ സന്തോഷം അതൊന്ന് വേറെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് നവ്യ ഇങ്ങനെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്തായാലും ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഡേവിഡ് സാറിനോട് സംസാരിക്കാൻ പോവുകയാണെന്നും ഞാനത് ചെയ്യുമെന്നും വീട്ടുപണിയും ചെയ്ത് അമ്മയുടെ മോൻ്റെ കുഞ്ഞിനെയും താലോലിച്ച് ജീവിതം തീർക്കേണ്ട ഒരുത്തനല്ല ഇവനെന്നൊക്കെ നവ്യ നിന്ന് ഇങ്ങനെ പ്രസംഗം അങ്ങ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എനിക്ക് ഇപ്പം AN ജ്വല്ലറിക്കാർ നല്ല ഡിമാൻഡും കാര്യങ്ങളും തരുന്നുണ്ട് എന്ന് വെച്ച് എല്ലാ മോഡൽസിനും ഒരേ ഫീൽഡിൽ തുടരാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്നെ എൻ്റെ കുഞ്ഞിനെയും അന്തസ്സായിട്ട് നോക്കാൻ ഇവനൊരു ജോലി വേണമെന്നും ആരെയും ആശ്രയിക്കാതെ ഞങ്ങൾക്കും ജീവിക്കണമെന്നും നവ്യ പറയുക. നാളെ ഞങ്ങളെ ഈ വീടിൻ്റെ പടിയിറക്കി വിടില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ നവ്യ നിന്നിങ്ങനെ പറയുമ്പം ദേവയാനിയും അമ്മ ഇങ്ങനെ നോക്കുക. ആ സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പോയി കൈ നീട്ടാതെ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ എന്നും ചോദിച്ചു. ദേവയാനിക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വരുവാണ്. അതുകൊണ്ട് തൽക്കാലം AN ജ്വല്ലറി ഓഫർ ചെയ്യുന്ന ജോലി ഇവൻ വേണ്ടെന്ന് വെക്കുന്നില്ല എന്ന് നവ്യ അങ്ങ് അടിവരയിട്ടങ്ങ് തീരുമാനിക്കുന്നു. അതും പറഞ്ഞ് നവ്യ വലിയ ആൾ കളിച്ച് അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അഭിക്ക് പേടിയായി. അയ്യോ നവ്യ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പം നീ പോകുന്നുണ്ടോടാ ജോലിക്കുന്ന ദേവയാനി ചോദിച്ചു. ഞാൻ അമ്മായി പറയുന്നത് പോലെ ചെയ്തോളാം. അവൻ്റെ ഒരു എളിമ കണ്ടില്ലേ, ഇവനാ നവ്യയെ ആ കമ്പനിയുടെ മോഡലാക്കിയതെന്നും മുത്തശ്ശി പറയുമ്പോൾ അയ്യോ മുത്തശ്ശി ഞാൻ ഒന്നും മിണ്ടണ്ട, മിണ്ടിപ്പോകരുത് നീ. നിന്നെപ്പോലൊരു കുറുക്കനാ ഇപ്പം ഈ വീട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന കാര്യം മുത്തശ്ശി അഭിയോട് ഇങ്ങനെ പറയണം. ഒരുത്തി വെല്ലുവിളിയോടുകൂടി സംസാരിച്ചിട്ട് പോയല്ലോടാ. എൻ്റെ മകനെയും സമയം കിട്ടുമ്പോഴൊക്കെ അവൾ താറടിക്കുന്നുമുണ്ട്. പിന്നെ അവളുടെ അഹങ്കാരത്തിനുള്ള മറുപടി കൊടുക്കാനേ നന്നായിട്ട് എനിക്കറിയാം. പിന്നെ അവൾ ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ നയനമോള് ചിന്തിക്കുന്നത്, അതാണ് വ്യത്യാസം കേട്ടോടാ. ചേച്ചിക്ക് ഒരു തകർച്ച ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നവളാ എൻ്റെ മോള് നയന. അവളുടെ ഔദാര്യമായിപ്പോൾ ഇവൾക്കുടെ ജീവിതം. അതുകൊണ്ട് മാത്രമാണ് നവ്യയ്ക്ക് ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ കാരണം. അപ്പം ഞാനിപ്പോൾ ചെകുത്താനും കടലിൽ നടുക്കാം അമ്മായി എന്ന് അഭി പറയുമ്പം നീ ചെകുത്താനും കടലിൽ നടുക്കല്ലടാ, നീ ശരിക്കും ചെകുത്താനാടാ. ചെകുത്താൻ്റെ മനസ്സുള്ള ഒരുത്തനാ നീ എന്നും പറഞ്ഞ് മുത്തശ്ശി അഭിയെ എടുത്തിട്ട് കുടയുവാണ്. എന്നും പറഞ്ഞ് നിൽക്കുക അഭി ദേഷ്യം കാരണം ഉണ്ടോ. ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ നയനെ അവിടെ നിന്ന് ചിത്രം വരച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാളവിക നയനയുടെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ നയനെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ ഈ മാളവിക. അപ്പം മാളവികയും തന്നെ ഇതുപോലെ അതിശയത്തോടു കൂടി നോക്കണമെന്ന് നയനെ അന്നേരം ചോദിച്ചു. അല്ല ശരിക്കും എനിക്ക് അതിശയം തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നയനെ ഇങ്ങനെ നോക്കുക. ഞാനൊക്കെ എന്തുമാത്രം തല പുകച്ചിട്ട് ഒരു ഡിസൈൻ തയ്യാറാക്കുന്നതെന്ന് അറിയാവോ എന്ന് മാളവിക ചോദിച്ചു. ചിലപ്പോഴേ ഒരൈഡിയയും കിട്ടില്ല, ഇവിടെ മേഡം എത്ര നിസ്സാരമായിട്ടാണ് വരയ്ക്കുന്നതെന്ന് മാളവിക നയനയോട് ചോദിച്ചു. അപ്പോൾ എൻ്റെ അച്ഛനാണ് ഇന്നലെ എൻ്റെ ഗുരു എന്ന് നയനെ അന്നേരം മാളവികയോട് പറയണം. ഓർമ്മയായ നാളു മുതൽ അച്ഛൻ ആർട്ട് വർക്കൊക്കെ ചെയ്യുന്നത് കണ്ടാണ് ഞങ്ങൾ മക്കൾ വളർന്നതെന്നും പിന്നെ എനിക്ക് അതിനോടൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഞാൻ അച്ഛനെ സഹായിക്കാനായിട്ട് കൂടിയതാണെന്നും പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യവും പറയാം. ഞാനും ആദർശേട്ടനും തമ്മിലുള്ള കല്യാണം നടന്നത് പോലും എൻ്റെ ഈ കഴിവുകൊണ്ടാണെന്നൊക്കെ നയന പറയുമ്പം അറിയാം. ഗണപതി വിഗ്രഹം മോടി പിടിപ്പിച്ചതും അതേ തുടർന്ന് നടന്നതൊക്കെ എനിക്ക് അറിയാമെന്ന് പറയുമ്പം അന്നൊക്കെ ഞങ്ങൾ തമ്മിൽ കീരിയും പാമ്പും ആയിരുന്നു. എങ്ങനെ ബന്ധം പിരിയാന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആദർശേട്ടൻ ആ സമയത്തൊക്കെ നടന്നതെന്നൊക്കെ നയന ഇങ്ങനെ മാളവികയോട് പറയുക. ആദർശേട്ടൻ്റെ അമ്മയും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവസാനം എൻ്റെ കരൾ ദാനമായി കൊടുക്കേണ്ടി വന്നു ആദർശേട്ടൻ്റെ അമ്മ എന്നെ മരുമകളായി കാണാൻ. അപ്പോൾ അതിനു മുമ്പ് തന്നെ മേഡോ സാറും അടുത്തായിരുന്നല്ലോ എന്ന് മാളവിക പറയുമ്പം അതെ, ഞങ്ങൾ തമ്മിലുള്ള പിണക്കം അതിന് മുന്നേ തന്നെ മാറിയതായിരുന്നെന്ന് നയനെ അന്നേരം പറയുക കേട്ടോ. ആദർശേട്ടന് എന്നെ മനസ്സിലായി. ഞാനൊരിക്കലും പണവും പ്രശസ്തിയും മോഹിച്ച് അനന്തപുരി തറവാട്ടിലെ മരുമകളായതല്ല എന്ന് എൻ്റെ പ്രവർത്തികളിലൂടെ ബോധ്യപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നയനെ ഇങ്ങനെ മാളവികയോട് എല്ലാ ഫ്ലാഷ് ബാക്കും പറയുക. പിന്നെ അന്നും എനിക്ക് വലിയ സപ്പോർട്ടായിരുന്നു ആദർശേട്ടൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ. അവരെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കൊതിച്ചു പോകും അതുപോലെ രണ്ടാൾക്കാരെ കിട്ടാനെന്ന് പറയുമ്പം അത് വീട്ടിലുള്ളവർക്ക് മാത്രമല്ല കമ്പനിയിലുള്ളവർക്കും അങ്ങനെ തന്നെയാണെന്ന് മാളവിക പറയുക കേട്ടോ.
മൂർത്തി സാറിനെ കുറിച്ച് ഓരോ സ്റ്റാഫും പറയുന്നത് കേട്ടിട്ടില്ലേ? അതേ സ്വഭാവമാണ് ആദർശ് സാറിനും കിട്ടിയിരിക്കുന്നതെന്നൊക്കെ മാളവിക ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചപ്പോൾ മറ്റൊന്നും നോക്കാതെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് റിസ്ക് എടുത്ത് കൂടെ നിൽക്കുന്നതെന്നും മാളവിക പറയും. അപ്പോഴത്തേക്ക് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ആദർശ് ഇറങ്ങി വന്നപ്പം അതെ, റിസ്ക് എടുത്ത് കൂടെ നിൽക്കുന്ന കൊള്ളാം. മാളവിക കളക്ഷൻസ് അവളെ എക്സ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഈ സമയത്ത് നീ അവരുടെ വിശ്വാസം പിടിച്ച് പറ്റണം, എങ്കിൽ മാത്രമേ അവരുടെ മനസ്സിലുള്ള പ്ലാൻ പുറത്തു വരുള്ളൂ എന്ന് പറഞ്ഞപ്പം എൻ്റെ ഹസ്ബൻഡിന് ബിസിനസ്സാണ്, അദ്ദേഹം ആ ബിസിനസ് വളരാൻ ഒരുപാട് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സ്പൈ വർക്കിൽ. അതിൻ്റെ ഒരു ഗുണം എനിക്കും കിട്ടിയിട്ടുണ്ട് എന്ന് മാളവിക പറയാട്ടോ. ഈ വിഷയത്തെപ്പറ്റി ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ചിരുന്നെന്നും അദ്ദേഹം ചില ഐഡിയാസൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ ഇക്കാര്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും പ്രഷർ ചെയ്യില്ല, ചെയ്തിട്ടുമില്ല. പക്ഷേ ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ നീ ഓടി എത്തിയെന്നും അപ്പോഴും നീ ഒരു കാര്യം വളരെ സൂക്ഷിക്കണം. നീ ഞങ്ങൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്യുകയാണെന്ന് അറിഞ്ഞാൽ അവിടെ തീരും നിന്റെ ജീവിതം എന്നുള്ള കാര്യം മാളവികയോട് പറഞ്ഞു കൊടുക്കുക ആദർശ്. പിന്നെ ജോലി നന്നാക്കിയാൽ കുഴപ്പമില്ല, പക്ഷേ ജീവൻ പോലും എടുക്കാൻ മടിയില്ലാത്തവരെ ജ്വല്ലറിയുടെ തലപ്പത്തുള്ളവർ. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുമ്പം അതൊക്കെ എനിക്ക് അറിയാൻ സാറെന്ന് മാളവിക ആദർശനോടും പറഞ്ഞു. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മുഖം ഒന്ന് മറച്ചൊക്കെ വേണം കേട്ടോ വരാൻ. അപ്പം അങ്ങനെയാണല്ലോ മേഡം ഞാൻ വരുന്നത്. എൻ്റെ വേഷത്തിലും ഹെയർ സ്റ്റൈലിലും ഒക്കെ ഞാൻ മാറ്റം വരുത്താറുണ്ട് എന്ന് മാളവിക പറയുവാണേ. പിന്നെ മാസ്ക് ഇട്ട് അല്ലെങ്കിൽ ഷോൾ കൊണ്ട് പരമാവധി മുഖം മറച്ചാണ് പലപ്പോഴും ഞാൻ ഇങ്ങോട്ട് വരാറുള്ളതെന്ന കാര്യമൊക്കെ ഇങ്ങനെ മാളവിക അന്നേരം ഇവരോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരെ കൊണ്ട് പറ്റത്തില്ല എന്നും മാളവിക തൻ്റെ വിശ്വാസം പറയുവാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ പലപ്പോഴും എൻ്റെ മൊബൈൽ ഫ്ലൈറ്റ് മോഡിലായിരിക്കും, അതുകൊണ്ട് ലൊക്കേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എല്ലാ പഴുതും അടച്ച് തന്നെ ഞാൻ പോകുന്നതെന്ന് മാളവിക പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം നയന ആ ഡിസൈൻ എടുത്ത് കൊടുക്കുക. അപ്പോൾ ആദർശാണെങ്കിൽ വളരെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇതുപോലെയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ സാറെന്ന് മാളവിക അന്നേരം പറയണം. വിഷുവിൻ്റെ വിജയം അവർക്ക് തലയ്ക്ക് പിടിക്കുമ്പോൾ നമുക്ക് ഒന്നേന്ന് തുടങ്ങാമെന്ന് ആദർശ് പറയുക മാളവികയോട്. മാളവിക കളക്ഷൻസ് റെക്കോർഡ് സെയിൽ നടത്തുമ്പോൾ മെല്ലെ അവരുടെ രഹസ്യങ്ങൾ പലതും അവർ നിന്നെ അറിയിക്കാൻ ശ്രമിക്കും ഡേവിഡ്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന സംസാരത്തിൽ നിന്ന് നിനക്ക് പലതും അറിയാൻ കഴിഞ്ഞേക്കുമെന്ന് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ നീറ്റായിട്ട് തന്നെ ചെയ്തോളാം സാറെന്ന് പറയുകയാണേ മാളവിക. എന്നപ്പോൾ ഞാൻ പോയിട്ട് വരാൻ മേഡം എന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് മാളവിക ഡിസൈനുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. ആദർശം നയനിയും വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഇന്നൊന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.